ഹായ്, ഫാന്റാസ്റ്റിക് ഫോർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഫാന്റാസ്റ്റിക് ആയിരുന്നു എന്ന് പറയാം. കാരണം ഞാനിതിപ്പോ ഇതിന്റെ റിവ്യൂ ഇടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജലദോഷവും പനിയും എല്ലാം കൂടിയാണ്. രാവിലെ മാരിഷൻ കണ്ടിരുന്നു, കിടലം പടമായിരുന്നു. ഇപ്പൊ രണ്ടാമത് കുറെ ആളുകൾ റിവ്യൂ ചോദിച്ചിട്ടുണ്ട് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കണ്ടിട്ട് പറയൂ മച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി മാത്രം പോയി കണ്ടിട്ടുള്ളതാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇപ്പൊ ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കിട്ടുന്ന വ്യൂ ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് റിവ്യൂ ഇടാൻ വർത്താണ് എന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് ഇതിന്റെ ലാസ്റ്റ്, കേഡിലാണ്. അത് ഹെവി സാധനമാണ്. ഹെവി സാധനം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് കാണാനുള്ള എല്ലാ ത്വരയും അവിടെ നമുക്ക് ഉണ്ടാവാനുള്ള സാധനം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഓൾ മൂവി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ടത്. അതൊരു സാധനം ഉണ്ട് ലാസ്റ്റ് ഇന്ത്യയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതൊരു രക്ഷയില്ല. പിന്നെ ഇതിന്റെ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ വളരെ മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ കാസ്റ്റിംഗ് ശരിയായില്ല, ഇന്ന ആളുകൾ ശരിയായില്ല എന്നൊക്കെ പറയാം. എനിക്ക് പേഴ്സണലി ജോൺ സ്റ്റോം, പുള്ളിന്റെ പേര് തന്നെയല്ലേ ജോൺ സ്റ്റോമിന്റെ പേര്, എന്തായാലും അയ്യോ എന്താണ് കിടിലം. അത് സാധാരണ പുള്ളിന്റെ മറ്റുള്ള സിനിമകളിലെ മറ്റുള്ള കഥാപാത്രങ്ങൾ പോലെയല്ല, ഇത് ഭയങ്കരമായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലാണെങ്കിലും ഒരു അപകടം വരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു തുടങ്ങിയിട്ടുള്ള പരിപാടികളുണ്ട്, ക്ലീശേ പരിപാടികൾ അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ സൂപ്പർമാൻ വന്ന സമയത്തും പല ആൾക്കും DC അതും പല ആൾക്കും ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ സൂപ്പർമാൻ ഒരു ഹ്യൂമൻ ആയിട്ട് കാണിച്ച്, മീൻസ് അയാളുടെ പരിമിതികളൊക്കെ കാണിച്ച് അയാളുടെ അവസ്ഥയെ കാണിച്ച് പറഞ്ഞു പോയപ്പോ പല ആൾക്കാർക്ക് പറ്റിയില്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള അതേ സാധനം തന്നെ തരാനാണെങ്കിൽ എന്തിനാണ് ഇത് കാണുന്നത്? ഇപ്പൊ മാർവലൊക്കെ എന്ന് പറഞ്ഞാൽ അധപതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇപ്പൊ കുറിച്ചിട്ടുള്ളത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം വേണ്ടത്. കാരണം ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാമിലി സൈഡൊക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ ഇവരുടെ പവർ എന്താണ്, ഇവരുടെ അവസ്ഥകൾ എന്താണെന്നൊക്കെ വളരെ ലേറ്റ് ആയിട്ട് പറഞ്ഞു പോയി. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലേറ്റ് ആയിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇവർ പറഞ്ഞു, സോറി വയ്യാത്തോണ്ടാണ് ഇവരിങ്ങനെ ഈ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നത്. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ മറ്റ് മാർവൽ പരിപാടികളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അത് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ആൻഡ് ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ എ മാർവൽ ഫാൻ, നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ഈ പടമൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ക്രെഡിറ്റിൽ വരുന്ന ഒരു സാധനം കണ്ടാൽ തന്നെ മതി. അതിനുള്ള സാധനം ഉണ്ട്. പറഞ്ഞപ്പോഴേക്ക് ലേറ്റും പോയി, സന്തോഷമായി. സോ അതൊന്നും വളച്ചു കിട്ടുന്നില്ല. ഒന്നും പറഞ്ഞ് ഇരിക്കാനുള്ള ഒരു ആവതില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അല്ലാതെ എവിടെയെങ്കിലും വല്ല നെഗറ്റീവ് കേൾക്കാനായിട്ട് കാണാണ്ടിരിക്കണ്ട. എന്ന് വെച്ചാൽ ബടാ വമ്പൻ സാധനം പറയുന്നില്ല, ബട്ട് നല്ല നീറ്റായിട്ട് വളരെ രസമായിട്ട് ഒരു എബോ ആവറേജ് ഫീലൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും, കുറഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കിട്ടാതെ അതിന് താഴെയൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ മോശമായിട്ടൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഉള്ളതില്ല, അങ്ങനെയൊന്നും അല്ല സംഭവം. ഇത് കൊള്ളാം, എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റിയ സാധനം തന്നെയാണ്. വീണ്ടും പറയുന്നു, മാർവൽ ഫാൻ ആണെങ്കിൽ നിങ്ങൾ നരിപ്പാണത്, കിടിലാണ്. കണ്ടവരുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാൻ കമന്റ് രേഖപ്പെടുത്തും.